പച്ചക്കൽ മൂക്കുത്തി. രചന അതിരഥൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വിടർന്ന കണ്ണുകളായിരുന്ന അവൾക്ക് നിലാവുദിച്ച് പോലെയുള്ള ചിരിയും. എങ്കിലും ഇരുണ്ടുപോയ തന്റെ നിറത്തെ ചൊല്ലി അവൾക്ക് എന്നും പരിഭവമായിരുന്നു. ചുരുണ്ട മുടിയിഴകൾ വലിച്ചു നീട്ടിയുള്ള അവളുടെ പരാതി കേട്ട് ഒരു നാൾ കണ്ണാടി ആത്മഹത്യ ചെയ്തിരുന്നു. കിട്ടുന്ന കൊച്ചു ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചവൾ ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിരുന്നു. എത്രയൊക്കെ ഉടുത്തൊരുങ്ങിയാലും അവൾക്കൊരു ആത്മസംതൃപ്തി തോന്നിയിരുന്നില്ല. ഇടയ്ക്കെപ്പോഴോ അങ്ങനെ തോന്നിയപ്പോഴൊക്കെ കൂട്ടുകാരുടെ കൊച്ചു തമാശയിൽ അവയെല്ലാം ചോർന്നുപോയിരുന്നു. ഞാൻ കറുത്തിട്ടാണ്, എന്നെ കാണാൻ കൊള്ളില്ല, അങ്ങനെ പലതരം അപകർഷതയുടെ കൂട്ടിലായിരുന്നു പിന്നീട് അവൾ. കൂട്ടുകാരികൾ അവരുടെ പ്രണയകഥകൾ പറഞ്ഞു രസിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടം തോന്നും. അവരോട് ഉള്ളുകൊണ്ട് കുശുമ്പ് കാണിക്കും. ആമ്പൽക്കുളത്തിലെ കൽപ്പടവിലിരുന്ന് തെളിനീരിൽ മുഖം നോക്കി സ്വയം പരിതപിക്കും. ഒരു നാൾ അവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടരെത്തി. അന്നവൾ അവർക്ക് മുന്നിലേക്ക് വന്നില്ല. ഒരുപക്ഷെ അവർ തന്റെ നിറത്തെ ചൊല്ലി ഇഷ്ടക്കേടുകൾ തുറന്നു പറഞ്ഞാലോ എന്ന് ഭയന്നവൾ മുറിക്കുള്ളിൽ തന്നെ അടച്ചിരുന്നു. പെണ്ണ് കാണാൻ ചെന്നിട്ടുള്ള വീട്ടുകാർക്കെല്ലാം ഇവനെ ബോധിച്ചു. പക്ഷേ എന്തേലും കാരണം പറഞ്ഞ് ഇവനത് മുടക്കും. ചെക്കന്റെ കാരണവന്മാരിൽ ആരോ ഒരാൾ പറയുന്നു കേട്ടപ്പോൾ അവൾ നിരാശയോടെ ഉടുത്തിരുന്ന നല്ല സാരി മാറ്റിയിട്ടു. മുടക്കിയതിന്റെ പിന്നിലെ കാര്യം അറിഞ്ഞപ്പോഴല്ലേ രസം. കെട്ടുന്നെങ്കിൽ ഞാനൊരു കറുത്ത പെണ്ണിനെ മാത്രമേ കെട്ടു. അങ്ങനെയുള്ള ബന്ധം മാത്രം നോക്കിയാൽ മതി അമ്മാമിയെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് ചിരി വന്നു. ഓരോരോ ഭ്രാന്തുകളെ. അയാൾ ഉറക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് അവൾ ആദ്യമൊന്ന് അമ്പരന്നു. പതിയെ ജനൽപ്പാളി പാതി തുറന്ന് ചെക്കനെ ഒന്ന് ഒളിഞ്ഞു നോക്കി. കട്ടി മീശയുള്ള വെളുത്ത സുന്ദരനായിരുന്ന അയാൾ. എന്നിട്ടും കേട്ടറിഞ്ഞ അയാളുടെ ഇഷ്ടങ്ങളെ മാത്രം എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. അമ്മ വന്ന് വിളിച്ചപ്പോൾ അവൾ മടികൂടാതെ അവർക്ക് മുന്നിൽ ചായയും കൊണ്ടുവന്നു. കുനിഞ്ഞിന്ന് ചായ നീട്ടുമ്പോൾ ഒളികണ്ണിട്ട് അവൾ അയാളെ ഒന്നുകൂടെ നോക്കി. നിറഞ്ഞ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അയാൾ ചായ വാങ്ങി. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഇരുവരും തമ്മിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇഷ്ടമാണോ എന്ന അയാളുടെ ചോദ്യം കേട്ട് അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി. മറുപടിക്കായി കാത്തിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അതേയെന്ന് അവളൊന്ന് മൂളി. കേട്ടറിഞ്ഞ കറുപ്പിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അവൾക്ക് അയാളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെന്തോ അവൾ മടിച്ചു. അയാൾ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചെറുനാണത്തോടെ അവളെല്ലാം മൂളിക്കേട്ടതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ച് അവർ തിരികെ പോകുമ്പോൾ വാതിലിന്റെ മറവിൽ നിന്ന് അവൾ അയാൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിന് അവളെ ഒരുക്കിയിറക്കാൻ അവളുടെ ചില കൂട്ടുകാരികൾ വന്നിരുന്നു. അവരവളെ ഒരുപാട് ക്രീമുകളും മറ്റും തേച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അണിയിച്ചൊരുക്കി. കണ്ണാടിക്ക് മുന്നിൽ അവൾ അവളുടെ ചന്തം നോക്കിക്കണ്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ മണ്ഡപത്തിലേക്ക് കയറി. പക്ഷേ വേനൽ ചൂടിൽ അവളുടെ അലങ്കാരങ്ങളെല്ലാം ഉരുകിയൊലിച്ചിറങ്ങുന്ന കണ്ടപ്പോൾ അവളൊന്ന് പതറി. ആരെയും ശ്രദ്ധിക്കാതെ അവൾ മണ്ഡപത്തിൽ തലകുനിച്ചിരുന്നു. അവളുടെ പേടിയും വെപ്രാളവും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെ, ആ മുഖത്തുള്ള മുഴുവൻ അങ്ങ് തുടച്ചളഞ്ഞേക്ക്. ഇതൊന്നും നിനക്ക് ചേരില്ല പെണ്ണേ. താലികെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ അവൾക്ക് തന്റെ തൂവാല നീട്ടി. അവൾ തിരിച്ചൊന്നും പറയാതെ അത് വാങ്ങി മുഖം തുടച്ചു. ആശംസകളുമായി പലരും മണ്ഡപത്തിൽ എത്തുന്നുണ്ട്. പതിയെ ഉള്ളറയിൽ മൂടിവെച്ച അപകർഷത അറിയാതെ അവളുടെ പുറത്തേക്ക് ഒഴുകി തുടങ്ങി. പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി ഒരു മങ്ങിയ ചിരിയിലൊതുക്കി അവൾ ഉൾവലിയെന്ന് അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓഹ്, അങ്ങനെ അവസാനം നിന്റെ ഇഷ്ടം പോലെ തന്നെ ഒരു കറുത്ത പെണ്ണിനെ തന്നെ നീ കണ്ടുപിടിച്ചു. അയാളുടെ പഴയ സഹപാഠി ദീപയുടെ കളിയാക്കൽ കേട്ട് അവൾ അവരെ ഒന്ന് നോക്കി ചിരിച്ചെന്ന് വരുത്തി അയാൾക്ക് പിന്നിലേക്ക് അല്പം മാറി നിന്നു. എടി, നിന്നെയൊക്കെ 10 മിനിറ്റ് വെയിലത്തോണ്ട് നിർത്തിയ കറുത്ത് കരുവാളിച്ച് കൊരങ്ങിന്റെ പോലെയാവും. ദേ, എന്റെ പെണ്ണിന്റെ നിറം 100% ഗ്യാരണ്ടി ഉള്ളതാ. എത്ര വെയിലും മഴയും കൊണ്ടാലും ഈ നിറത്തിന് തിളക്കം കൂടിയുള്ളൂ. പിന്നെ പുറമോടി കണ്ട് കെട്ടിക്കഴിഞ്ഞാലുള്ള ലൈഫ് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ. കൂട്ടുകാരിയുടെ കുശലാന്വേഷണത്തിന് മുന്നിൽ അവൾ പതർന്നു കണ്ടപ്പോൾ അയാൾ അവളുടെ വിരലുകളിൽ കൈകോർത്ത് പിടിച്ച് തനിക്കൊപ്പം നിർത്തിക്കൊണ്ട് അവളെ നോക്കി. കണ്ണീരിന്റെ നനവിൽ അവളുടെ മിഴികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും അയാളുടെ വാക്കുകൾ ദീപയുടെ ഉള്ളിൽ എവിടേക്കോ തറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഇരുവരെയും ആശംസിച്ചുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയ ദീപയെ അയാൾ പിന്നിൽ നിന്ന് വിളിച്ചു. ഡീ, എത്ര വലിയ സൗഹൃദങ്ങളായാലും ചില തമാശകൾ പറയുമ്പോഴേ കൂടെ നിൽക്കുന്നവരെ കുറിച്ചൊന്ന് പരിഗണിക്കുന്നത് നല്ലതാ. എല്ലാവർക്കും എല്ലാ തമാശകളും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലടി. ദീപയുടെ മുഖം വിളറി വെളുത്തു. തൂവാല കൊണ്ട് കഴുത്തിലും നെറ്റിയിലും പൊടിഞ്ഞ വിയർപ്പ് ഒപ്പിക്കൊണ്ട് ഒരു മങ്ങിയ ചിരിയോടെ അവൾ ഇറങ്ങിപ്പോയി. സദ്യക്ക് ഇരുന്നപ്പോൾ അയാൾ അവൾക്കൊരു പിടി ചോറ് വാരിക്കൊടുത്തു. അതെ, ഒരാൾ മാത്രം ഇങ്ങനെ വാരിക്കൊടുത്താൽ എങ്ങനെയാ? തിരിച്ചും കൊടുക്കണം. പന്തിയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു കേട്ട് അത്രയും നേരത്തെ ആശങ്കകൾക്കിടയിൽ അവളുടെ മുഖത്ത് നിറഞ്ഞൊരു പുഞ്ചിരി വിടുന്ന് അയാൾ കണ്ടു. അവൾ അയാൾക്കും ഒരു ഉരുള വാരി നൽകി. ഓ ഭാഗ്യം, ഇപ്പോഴേലൊന്ന് ചിരിച്ചേണ്ടല്ലോ. പിന്നെ പലരും പല കമന്റുകളും പറയും, ചോദിക്കും. അതൊക്കെ ഒരു ചെവിൽ കൂടി കേട്ട് മറ്റേതിൽ കൂടി വിടുക. അതൊന്നും കേൾക്കണ്ട, ശ്രദ്ധിക്കണ്ട. തന്നെ ഞാൻ കിട്ടിയതേ എന്റെ ഇഷ്ടത്തിനാ, കേട്ടല്ലോ. അവൾ അയാളെ കണ്ണെടുക്കാൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അയാൾ അവൾക്കൊരു പിടി ചോറ് വാരി നീട്ടി. അവളത് സ്നേഹപൂർവ്വം കഴിച്ചുകൊണ്ട് അയാൾക്കരികിലേക്ക് ചേർന്നിരുന്നു. തിരക്കുകൾ കഴിഞ്ഞ് രാത്രി അയാൾ റൂമിലേക്ക് വരുമ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. ആ, കാത്തിരുന്ന് മുഷിഞ്ഞ താൻ? അയാളെ കണ്ട് അവൾ എഴുന്നേറ്റ് തലകുനിച്ചിരുന്നു. എന്റെ മാഷേ, ദേ ഇവിടെ ഒന്നും ഒരാളുമില്ല.
ഇനിയെങ്കിലും താൻ എൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കിയേ. അവൾ മുഖമുയർത്തി അയാളെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. അയ്യേ, താനെന്തിനാ കരയുന്നത്? നല്ലൊരു ദിവസമായിട്ട് കരഞ്ഞ് ചാളാക്കലിടൂ. താനിക്ക് വന്നേ. അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി. അവൾ ഒന്നും മിണ്ടാതെ പിന്നെയും മുഖം കുനിഞ്ഞിരുന്നു. ഏട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യം തോന്നുന്നു. അത് ചോദ്യം കേട്ടിട്ട് പറഞ്ഞാൽ പോരെ? അവൾ മൗനത്തിന് മറന്നീക്കിയപ്പോൾ അയാളൊന്ന് ചിരിച്ചു. അവളുടെ മുഖത്ത് നേർത്ത നിരാശ നിഴലിക്കുന്നുണ്ടായിരുന്നു. നമുക്കിടയിൽ ഒരു മുഖവരിയുടെ ആവശ്യമുണ്ടോ പെണ്ണെ? എന്തായാലും തനിക്ക് എന്നോട് തുറന്നു ചോദിക്കാം, പറയാം. അതാ എനിക്കിഷ്ടവും. അവളുടെ മുഖത്ത് കാർമേഘം മാറി നിലാവ് തെളിയുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഈ കറുത്ത പെണ്ണിനെ മാത്രമേ കെട്ടുള്ളൂ എന്ന് എന്താ പറഞ്ഞത്? അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്ന് കണ്ടപ്പോൾ അവൾ ചോദ്യം പാതിയിൽ നിർത്തി. താൻ അലമാരിയും തുറന്നേ. അയാൾ മൂലയിലെ പഴയ മരാലമാരിയിലേക്ക് വിരൽ ചൂണ്ടി. അവൾ സംശയത്തോടെ അയാളെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റെന്ന് അലമാര തുറന്നു. അതിനകത്ത് നന്നേ കറുത്ത് മെല്ലിച്ച നെറ്റിൽ വലിയ ചുവന്ന വട്ടപ്പൊട്ടോട്ട ഒരു പച്ചക്കൽ മൂക്കുത്തി അണിഞ്ഞ സുന്ദരിയായ ഒരു സ്ത്രീയുടെ പഴയൊരു ഫോട്ടോ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് താഴെ പഴയൊരു ചുവന്ന പട്ടുസാരിയും. അത് കണ്ടവൾ സംശയത്തോടെ അയാളെ തിരിഞ്ഞു നോക്കി. അതെടുത്തുകൊണ്ടുവരാൻ അയാൾ ആംഗ്യം കാണിച്ചു. ഫോട്ടോ വാങ്ങി അയാൾ അതിലൊന്ന് പതിയെ തലോടി. അയാളുടെ കണ്ണുകൾ നിറയുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. ശേഷം അയാൾ ആ സാരി എടുത്ത് തന്നെ മുഖത്തോട് ചേർത്ത് പിടിച്ച് ഒന്നാഞ്ഞു ശ്വസിച്ചു. പിന്നെയും അയാളുടെ മിഴികൾ ധാര കോരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലൊരു നോവ് തറഞ്ഞു കയറി. അവൾ അയാൾക്കരികിലേക്ക് ചേർന്നിരുന്നു. ഇതാണ് എൻ്റെ അമ്മ. ഇത് അമ്മ അവസാനിട്ട് കൊടുത്തിരുന്ന സാരി. അയാളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സാരിയും ചിത്രവും അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിയെ കട്ടിലേക്ക് കിടന്നു. ഉള്ളറയിൽ ഉറങ്ങിക്കിടന്ന നോവുകൾ കൺകോണുകളെ നനയിച്ചൊഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവളുടെ മുഖത്ത് നിരാശ മൂടി. എൻ്റെ അമ്മക്കും നിന്റെ നിറായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകൾ വെച്ച് ഏറ്റവും സുന്ദരിയും എൻ്റെ അമ്മയായിരുന്നു. അമ്മ? അവൾ ചോദ്യം പൂർത്തിയാക്കിയില്ല. ഹൃദയത്തിൽ എവിടെയോ വാക്കുകൾ തടഞ്ഞു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. മരിച്ചിട്ട് 13 കൊല്ലായി. ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ പടിഞ്ഞാറേ ചായ്പിൽ ഒരു മുഴം കയറിൽ എൻ്റെ അമ്മ. അയാളുടെ കരൾ പിളർന്നു പോകുന്നുണ്ട്. കണ്ണീരിൽ ചോരയുടെ നിറവും അലിഞ്ഞു ചേർന്ന് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ അയാൾക്കരികിലേക്ക് നീങ്ങിയിരുന്ന് അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അച്ഛൻ്റെ ക്രൂരത സഹിച്ച് മടുത്തിട്ടുണ്ടാവും. പാവം, ഒരു 15 വയസ്സുകാരന് അന്നൊന്നും ചെയ്യാനാവുമായിരുന്നില്ല. അച്ഛനോടുള്ള പേടിക്ക് മുന്നിൽ ഞാൻ നിസ്സഹായനായിരുന്നു. ഓർമ്മയിൽ ഒരിടത്ത് പോലും അച്ഛൻ്റെ ചിരിക്കുന്ന മുഖം ഞാൻ കണ്ടിട്ടില്ല. സ്നേഹമോ ലാളനയോ ഞാൻ അറിഞ്ഞിട്ടില്ല. പട്ടിണിയും കടവ് ഏറിയെന്നപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ പലരുടെയും വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയിട്ടുണ്ട്. പഠിച്ചൊരു ജോലി നേടി എൻ്റെ അമ്മയും കൊണ്ട് ഇവിടുന്ന് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന. പക്ഷേ അതിനു മുമ്പേ അമ്മ. അയാൾ ഏങ്ങിക്കരഞ്ഞു. കണ്ടമിടറി. ഉയർന്നു പൊങ്ങിയ സങ്കടം പുറത്തേക്ക് വരാതെ അവളും വിരൽ കൊണ്ട് തടഞ്ഞു വെച്ചു. പക്ഷേ മിഴികൾ അപ്പോഴും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവ കുഞ്ഞിനെ പോലെ അപ്പോഴും അനുസരണക്കേട് കാണിക്കുന്നുണ്ടായിരുന്നു. കരയില്ലേ ഏട്ടാ? അവൾ വിരുമ്പിക്കൊണ്ട് അയാളെ തന്നെ മടിയിലേക്ക് കയറ്റിക്കിടത്തി മുടിയിൽ തലോടി. കവിളിണകൾ തുടച്ച് മാറോട് ചേർത്ത് പിടിച്ചു. അമ്മ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലോറി തട്ടി അച്ഛനും. അച്ഛനെന്ന് അമ്മയെ സംശയമായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ അമ്മയെ നിർദാക്ഷിണം തല്ലുന്ന കണ്ട് ഉള്ളൊരുക്കി പലവട്ടം ഞാൻ പ്രാഗിയിട്ടുണ്ട്. ചത്തുപോയെങ്കിലും മനസ്സറിഞ്ഞ് ആഗ്രഹിച്ച് പോയിട്ടുണ്ട്. അച്ഛനെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഇന്നൊരു സങ്കടം തോന്നിയിട്ടില്ല. അയാൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. ആരെയും കാശോ സൗന്ദര്യം നോക്കി കൂടെ കൂട്ടിരുതെന്ന് അമ്മ എപ്പോഴും പറയും. അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും സ്വന്താക്കാനും ഒരു നിറത്തിൻ്റെ ആവശ്യമില്ല. കളങ്കമില്ലാത്ത മനസ്സും കലർപ്പില്ലാത്ത സ്നേഹവും മാത്രം മതി. ഏത് കാര്യവും നമ്മൾ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എന്തു തന്നെയായാലും അത് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമാണ്. മറ്റൊരാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ പിന്നീടുള്ള ജീവിതത്തിൽ അവ നമുക്ക് ബാധ്യതയാവുകയുള്ളൂ. അയാൾ മുഖം തുടച്ചുകൊണ്ട് പതി എഴുന്നേറ്റു. നീ എനിക്കൊരു ഭാര്യ മാത്രമല്ല ലച്ചു, എൻ്റെ അമ്മ കൂടെയാണ്. ഒരു പെണ്ണിന് ഈ ലോകത്തിൽ എന്തൊക്കെ പദവികൾ അലങ്കരിക്കാൻ പറ്റുമോ അതെല്ലാമാണ്. അന്ന് എൻ്റെ അമ്മക്ക് കൊടുക്കാൻ കഴിയാതെ പോയ ആ സ്നേഹം അത് മുഴുവൻ നിനക്ക് തരണം. അവൾ അയാളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കവിളിൽ മെല്ലെ തലോടി. ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിന്റെ മൂക്കിലൊരു കുഞ്ഞു മൂക്കുത്തി ഉണ്ടായിരുന്നില്ലേ? അതെവിടെ പോയി? അത് എനിക്കത് ചെയ്യില്ലെന്ന് കൂട്ടുകാരികൾ പറഞ്ഞപ്പോൾ ഇന്നലെ ഞാനത് ഊരി വെച്ചു. അയാൾ അവളെ ശരിക്കും നോക്കി. പതി എഴുന്നേറ്റിയെന്ന് അലമാര തുറന്ന് ഡ്രസ്സുകൾ അടുക്കി വെച്ചിരിക്കുന്നിടയിൽ നിന്ന് ഒരു ചെറിയ ചെപ്പെടുത്ത് അവൾക്കരികിൽ വന്നിരുന്നു. ദാ, ഇതെൻ്റെ അമ്മയുടെ മൂക്കുത്തിയാണ്. ഇന്നു മുതൽ എനിക്കിത് ഈ മുഖത്ത് കാണണം. അയാൾ ചെപ്പ് തുറന്ന് പച്ചക്കല്ല് പതിച്ചൊരു മൂക്കുത്തിയെടുത്ത് അവൾക്ക് നീട്ടി. അവളത് വാങ്ങി തിരിച്ചു മറിച്ച് നോക്കി. അതിന് വലിയ ഭംഗിയുള്ളതായി അവൾക്ക് തോന്നിയില്ല. എൻ്റെ മുഖത്തിന് മൂക്കുത്തി ചേരില്ലേട്ടാ എന്ന് ആരാ പെണ്ണ് നിന്നോട് പറഞ്ഞ് ഇങ്ങ് അടുത്തു വാ. അവൾ അരികിലേക്ക് നീങ്ങിയിരുന്നു. അയാൾ മൂക്കുത്തിയെടുത്ത് അവളുടെ മൂക്കിൽ അണിയിച്ചു.
ഇനി താൻ ചെന്ന് ആ കണ്ണാടിയിലൊന്ന് നോക്കിയേ. അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി. പിന്നാലെ അയാളും. അവൾ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ലൈറ്റ് ഓഫ് ചെയ്തു. ഇരുട്ടിൽ അവളുടെ മുഖത്തെ പച്ചക്കൽ മൂക്കുത്തി തിളങ്ങുന്നുണ്ടായിരുന്നു. അയാൾ പതിയെ അവൾക്ക് പിന്നിൽ വന്നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ ലൈറ്റ് വീണ്ടും ഓണാക്കി. ഇനി നീ നിന്നെ ഒന്ന് ആ കണ്ണാടിയിൽ ശരിക്കും നോക്കിയ പെണ്ണേ. അവൾ കണ്ണാടിയിൽ തന്നെ ശരിക്കും നോക്കി. മുഖത്തൊരു മൂക്കുത്തി കൂടി വന്നു എന്നല്ലാതെ മറ്റൊരു പ്രത്യേകതയും അവൾക്ക് തോന്നിയില്ല. അവൾ സംശയത്തോടെ അയാളെ നോക്കി. ദേ, ഇപ്പൊ പെട്ടെന്ന് വന്ന ഇരുട്ടുപോലെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈഗോയും കോംപ്ലക്സും. അത് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ കുറവുകൾ മാത്രമേ കാണാൻ പറ്റൂ. മറിച്ച് നമ്മൾ നമ്മുടെ നല്ല വശങ്ങൾ കണ്ടെത്തി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ അത് എത്ര വലിയ ഇരുട്ടിലും തിളങ്ങിക്കൊണ്ടിരിക്കും, നിന്റെ മുഖത്ത് ഈ മൂക്കുത്തി പോലെ. അതുകൊണ്ട് ഈ പറഞ്ഞ ഈഗോയും കോംപ്ലക്സ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. കാരണം ഈ പറഞ്ഞ രണ്ടും തൻ്റെ സ്വഭാവത്തിന് പറ്റിയതല്ല പെണ്ണേ. എന്ന് കരുതി ഈഗോ പാടില്ലെന്നല്ല കേട്ടോ പറഞ്ഞ്. ആവശ്യത്തിന് വേണം. എപ്പോഴാണെന്നറിയോ? നമ്മുടെ ആത്മാഭിമാനം അങ്ങേറ്റം മുറിപ്പിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഈഗോ കാണിക്കാം. അല്ലാതെ ഈ വക കാര്യത്തിനൊക്കെ ഈഗോ കാണിക്കാൻ പോയാൽ അതിന് മാത്രമേ നേരം കാണുമോളെ. കുറ്റം പറയുന്നവരും കളിയാക്കുന്നവരൊക്കെ അവിടെ കിടന്ന് പറയട്ടിടൂ. എൻ്റെ പെണ്ണിനെ ഞാൻ മാത്രം മനസ്സിലാക്കിയ പോരെ. കേൾക്കുന്നതിന് മുഴുവൻ മറ്റുള്ളവർക്ക് ഉത്തരം കൊടുക്കാൻ നിന്നാലേ കുട്ടിച്ചോറാവുന്ന നമ്മുടെ തന്നെ ജീവിതമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടി ആവശ്യമില്ലാത്ത കാണണ്ട, കേൾക്കണ്ട, ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? അയാൾ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുത്തു. അവളുടെ മുഖം നാണം കൊണ്ട് കൂമ്പി അടയുന്നുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ കഥ മാത്രം പറഞ്ഞുകൊണ്ട് നിന്നാൽ മതിയോ? നമുക്ക് കിടക്കണ്ടേ? നാണത്തോടെ അവളെ അയാളുടെ കൈത്തണ്ടിലൊന്നുള്ളി. അയാൾ അവളെ വട്ടം പൊക്കിയെടുത്ത് കട്ടിൽ കിടത്തി. ലൈറ്റ് അണച്ചുകൊണ്ട് അയാളും അവൾക്കരികിൽ ചേർന്ന് കിടന്നു. ആ ഇരുട്ടിൽ അവളുടെ പച്ചക്കൽ മൂക്കുത്തി പിന്നെയും തിളങ്ങുന്നുണ്ടായിരുന്നു.